മക്കളെ, അപ്പോൾ വെറും ഒരു മാസം 30 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. നവംബർ മാത്രം അല്ലേ. ഡിസംബർ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആയല്ലോ. റെഡി? അപ്പോൾ ഈ ഒരു ടൈമിൽ പലർക്കും ഉള്ള കൺഫ്യൂഷനാണ്, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ആ ഒരു സംഭവം അല്ലേ. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പം തന്നെ എന്താണ്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പലരും ചെയ്യും, കിട്ടുന്ന സബ്ജക്റ്റ് എടുത്ത് പഠിക്കും, ടഫായിട്ടുള്ള പോർഷൻസ് മാത്രം പഠിക്കും, മറ്റേത് വായിച്ചു നോക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്, പോട്ടെ. റെഡി? അങ്ങനെയൊക്കെയുള്ള പോക്കായിരിക്കും ഇനി നിങ്ങൾ എന്താണ് ഈ ഒരു മാസം പഠിക്കാൻ പോകുന്നത് അല്ലേ. ഒരു കാര്യം മാത്രം, ഓക്കെ, കുഞ്ഞി കാര്യം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സാറ് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം മാത്രം. ആദ്യം തന്നെ ഈ മാസം പഠിക്കാനിരിക്കുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. ആദ്യം ഒരു റിസോഴ്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു റിസോഴ്സ് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. എന്താണ് റിസോഴ്സ്? ഒന്നുമില്ല മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് അങ്ങോട്ട് എടുത്ത് മുന്നിൽ വയ്ക്കുക. നിങ്ങളുടെ നോട്ട് അങ്ങോട്ട് എടുത്ത് മുന്നിൽ വയ്ക്കുക. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. എന്താണ് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ വയ്യ പോവും, ഗൈഡിൻ്റെ വയ്യ പോവും, നോട്ട് എടുക്കും, ടെക്സ്റ്റ് എടുക്കും, ഒരുപാട് സാധനങ്ങൾക്ക് എടുത്ത് മുന്നിൽ വെച്ചിട്ട് അത് പഠിക്കണോ, ഇത് പഠിക്കണോ, അത് നോക്കണോ, ഇത് നോക്കണോ. അതിനൊന്നും നിൽക്കണ്ട. ടെക്സ്റ്റും എടുത്ത് വെച്ചോളാം, നോട്ടും എടുത്ത് കയ്യിൽ വെച്ചോളാം. ഓക്കെ, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, സമയം വളരെ കുറവല്ലേ. കുറേ റിസോഴ്സിൻ്റെ വഴി ഒന്നും പോകണ്ട. ഇനിയിപ്പോൾ പഠിച്ച ചാപ്റ്റർ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PYQs വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. പഠിച്ച ചാപ്റ്റർ ആണെങ്കിൽ, അല്ലാത്തതാണെങ്കിൽ ഓൺലി നോട്ട് ആൻഡ് ടെക്സ്റ്റ് മാത്രം യൂസ് ചെയ്തോളാം. അതിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചോളാം. ഓക്കെ, അത് വെച്ച് മാത്രം പഠിക്കുക. എന്ന് പറഞ്ഞാൽ അത് വെച്ച് മാത്രം പഠിക്കുക. എന്താണ് ടെക്സ്റ്റിൽ കുറച്ചുകൂടെ വൈഡായിട്ടുണ്ടാവും. അപ്പോൾ നോട്ടിലേക്ക് കയറുക, നോട്ടിലുള്ള കാര്യം മാത്രം പഠിക്കുക. ഇനിയിപ്പോൾ നോട്ട് ഫുൾ അല്ലെങ്കിലോ അവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക. ടെക്സ്റ്റിലെ ആ ഒരു പോർഷൻ എന്താക്കാം. ഇപ്പോൾ തിയറി പോർഷനൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റിലെ ആ തിയറി പോർഷൻ നിങ്ങൾക്ക് എന്താക്കാം, ഫോണിൽ ഒരുപാട് ആപ്പില്ലേ, ജെമിനി ആയിട്ടും അതുപോലെ തന്നെ ChatGPT ഒക്കെ ആയിട്ടും. റെഡി? ഫോട്ടോ എടുത്തിട്ട് ആ ജെമിനിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ പറ്റും. ഒന്ന് സിമ്പിൾ നോട്ടാക്കി തരൂ എന്ന് പറഞ്ഞെടുത്താൽ പറയാം. അങ്ങ് തരൂലേ? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, വായിച്ചു നോക്കിക്കൂടെ. റെഡി? ഇനിയിപ്പോൾ ഗൈഡുള്ള ആളുകളാണെങ്കിൽ ഓക്കെ, അതും വേണ്ട. നോട്ടിലില്ലാത്ത പോർഷൻസിന് ഗൈഡിൽ നിന്ന് എടുത്ത് പഠിക്കുക. ഇനിയിപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ChatGPT ചോദിച്ചോ അല്ലെങ്കിൽ ഗൈഡൊന്നും നോക്കിയിട്ടോ കിട്ടുന്നുണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോസൊക്കെ അല്ലേ, ഒന്നെടുത്ത് കണ്ടുകൂടെ? അങ്ങനെ കണ്ടുപഠിച്ചോളുക. ഓക്കെ ആണോ? ഇത് മാത്രം യൂസ് ചെയ്തോളാം. പഠിച്ച ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PYQs വേണമെങ്കിൽ ഒന്ന് നോക്കാം. സെറ്റ്? റെഡി? ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ്, ഒന്നുമില്ല, ഒരു ഡെഡ് ലൈൻ. ഒരു ഡെഡ് ലൈൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. തീർക്കേണ്ടത് എപ്പോൾ തീർക്കണം അറിയാലോ. നവംബർ ലാസ്റ്റ് കൊണ്ട് തീർത്തിരിക്കണം. കാരണം ഡിസംബർ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കത് റിവിഷൻ ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്കത് റിവിഷൻ ചെയ്യണം. ഒരു വീക്കെങ്കിലും റിവിഷൻ വേണ്ടേ? അല്ലാതെ എങ്ങനെയാ നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ തലയിൽ നിൽക്കുക? ഒരു വീക്കെങ്കിലും വേണ്ടേ? ഒരു വീക്ക് കൊടുക്കണം. ഡിസംബർ ആദ്യത്തെ ആഴ്ച വേണം അതിന്. ഓക്കെ അല്ലേ? അപ്പോൾ നവംബർ ലാസ്റ്റ് കൊണ്ട് തീർക്കുക, സെറ്റായിട്ട് തീർക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചതൊക്കെ അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഇങ്ങോട്ട് നടപ്പിലാക്കുക. ഓക്കെ, സാർ തന്നെ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ മക്കളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. മാസ്റ്റർ പ്ലാൻ, അത് ഈ ദിവസം അത് പഠിക്കൂ, ആ ദിവസം ഇത് പഠിക്കൂ, മറ്റേ ദിവസം മറ്റേ പഠിക്കൂ. ഒന്നും നോക്കണ്ട, ആര് പറയുന്നോ നോക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്തുകൂടാ? എത്ര നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനുണ്ട് ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ, അറിയുണ്ടാവുമല്ലോ. റെഡി? അത് നവംബറിനുള്ളിൽ തീർക്കുക, അത്രമാത്രം. ഓക്കെ, ഏത് ദിവസം ഏത് പഠിക്കണം എന്നൊന്നും വേണ്ട, ഒന്നും നോക്കണ്ട, തീർക്കുക. നവംബറിൽ തീർക്കുക. അത് നിങ്ങൾക്ക് ഏത് ദിവസം ഏത് പഠിച്ചാലും കുഴപ്പമില്ല, തീർക്കുക. അതായിരിക്കണം ഇനിയുള്ള ലക്ഷ്യം. ഓക്കെ, അതങ്ങോട്ട് ചെയ്തോളാം. ഒരു മാസമാണ്, കഷ്ടപ്പെടാതെ ഒന്നും കിട്ടൂല. നിങ്ങൾക്ക് മാർക്ക് വേണ്ടേ? നിങ്ങൾ പഠിക്കണ്ടേ? നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല, നിങ്ങളെ വീട്ടുകാർക്ക് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അവർ വിഷമിക്കും. ആ ഒരു ഇതുണ്ടാവും അല്ലേ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നതും നിങ്ങളായിരിക്കും. അപ്പോൾ എന്ത് വേണം? കുറച്ച് കഷ്ടപ്പെടണം. എന്ത് നേടാനും ഒന്ന് കഷ്ടപ്പെടണമല്ലോ. മാർക്ക് കിട്ടാനും ഒരു കഷ്ടപ്പാടുണ്ട്. അത് ഈ ഒരു മാസത്തെ കഷ്ടപ്പാടാണ്. അത് ചെയ്തോളാം. ഓക്കെ, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം. ഓക്കെ, ബൈ.